ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ റെസിപ്പി ഉണ്ടല്ലോ, ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. എന്താ പറയുക, എൻ്റെ ഫേവറേറ്റ്, എൻ്റെ എന്നല്ല എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ തലശ്ശേരി സ്പെഷ്യൽ കല്ലുമ്മക്കായ് പൊരിച്ചത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യം നോക്കാം. ആദ്യം തന്നെ ഞാനുണ്ടല്ലോ, തിളച്ച വെള്ളത്തിൽ 2 കപ്പ് പൊന്നിയരി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഒരു 5-6 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച് അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് കഴുകി വെള്ളമെല്ലാം ഒന്ന് ഊറ്റിയെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഞാൻ 2 കപ്പ് പൊന്നിയരി എടുത്തിട്ടുള്ള അതും നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒരു 5-6 മണിക്കൂർ വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ അത് അവിടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാണ് കല്ലുമ്മക്കായ്. ഞാനിപ്പോൾ ഇത് നെസ്റ്റോന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും ഇങ്ങനെ അവിടെയെല്ലാം കാണും. നെസ്റ്റോ അല്ല, മദീന സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ ഇത് നെസ്റ്റോയിലും ലുലുവിലും എല്ലാം കാണലുണ്ട്. അപ്പോൾ ഞാനങ്ങനെ എടുക്കണോ ഉണ്ടാക്കി നോക്കണം എന്നെല്ലാം വിചാരിക്കും. പിന്നെ വിചാരിക്കും വേണ്ട, ചിലപ്പോൾ ടേസ്റ്റ് ഇല്ലെങ്കിലോ പറ്റിപ്പോണ്ട, അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് എപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി വിട്ടതാണ്. അപ്പോൾ ഇതിങ്ങനെ 2-3 പേരിങ്ങനെ വാങ്ങിച്ച് റീൽസെല്ലാം കണ്ടപ്പോൾ ഞാൻ ചോദിച്ചതാണ്, വാങ്ങിയിട്ട് എങ്ങനെയുണ്ട്, നല്ല രസമുണ്ടോ എന്നെല്ലാം. അപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചൊന്ന് വാങ്ങി നോക്കാം. നമ്മളിത് നാട്ടിലെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാനെല്ലാം വേണ്ടി ഒന്ന് ഹെൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലുമൊക്കെ വിളിക്കും. എന്നിട്ട് അതിങ്ങനെ വലിയ ബക്കറ്റിലെല്ലാം ഇട്ടിട്ട് അതാദ്യം ഒന്ന് തേച്ച് കഴുകി അതിൻ്റെ തോടെല്ലാം, എന്നിട്ട് അതൊന്ന് എന്താ പറയുക തുറന്ന് അതിൻ്റെ ഉള്ളിലുള്ള ഇതെല്ലാം കളഞ്ഞ് ഇങ്ങനെയെല്ലാം കുറേ ക്ലീൻ ചെയ്യാനും നല്ല പണിയുള്ളതാണ്. ഇത് പക്ഷേ അത്ര ക്ലീൻ ആക്കാനൊന്നുമില്ല കേട്ടോ. ഇത് കുറേ നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനങ്ങനെ പുറത്ത് തോടിൻ്റെ മേലെ ഇങ്ങനെ മണ്ണും പൂഴിയും പിന്നെ ഉള്ളിലുള്ള മുടിയെല്ലാം ഉണ്ടല്ലോ, അതെല്ലാം ശരിക്കും എന്താ പറയുക കുറേ എല്ലാം തുറന്നിട്ട് ഇവർ കുറച്ച് തുറന്നിട്ട് എനിക്ക് തോന്നുന്നു നല്ലോണം ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ എന്നാലും നമ്മളെ വക എന്തായാലും എന്താ പറയുക വൃത്തിയാക്കേണ്ടതുണ്ടാവും. അപ്പോൾ ഞാനിത് ഇപ്പോൾ അതിൻ്റെ രോമം പോലത്തെ സാധനമെല്ലാം ഉണ്ടല്ലോ അതെല്ലാം ഒന്ന് കളയുക. മെയിനായിട്ട് അങ്ങനത്തെ എല്ലാം കളയണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഞാനൊരു കത്തി കൊണ്ടൊന്ന് ചിരണ്ടിയിട്ട് തോട് ഒന്നും കൂടി ഒന്ന് എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെയും ഒന്ന് വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിങ്ങനെ ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നാട്ടിലൊന്നും നമ്മളിങ്ങനെ കല്ലുമ്മക്കായിൽ വാങ്ങിയ സമയം ഇങ്ങനെയൊന്നും ചെയ്യില്ല. അതെല്ലാം ആരെങ്കിലും ഏൽപ്പിച്ച് ശരിക്കും നമ്മളിതിൻ്റെ ഈ ആദ്യത്തെ ഈ പണിയൊന്നും നമ്മൾ അറിയുന്നേ ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പിന്നെ നാട്ടിൽ നിന്ന് കൊടുത്തയക്കുമ്പോൾ ഇതിങ്ങനെ എല്ലാം കളഞ്ഞ് നിറച്ച് ചിലപ്പോൾ പൊരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാം ഒന്ന് മാരിനേഷനെല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെയല്ല കൊടുക്കുക. അപ്പോൾ നമുക്ക് ലാസ്റ്റുള്ള പണിയുള്ളൂ ഒന്ന് ഫ്രൈ ആക്കുക, തിന്നുക. അപ്പോൾ ഇത് ആദ്യം മുതലേ ഉള്ള പണിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെ പിന്നെ ഇതിൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ മദർ ഇൻ ലോനോട് വിളിച്ചിട്ടെല്ലാം ചോദിച്ച് ശരിക്കും എന്താ പറയുക അവരുടെ റെസിപ്പി വേറെ തന്നെ ഒരു പിടി വിട്ട ടേസ്റ്റുമാണ്. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു കല്ലുമ്മക്കായ് എനിക്ക് ടേസ്റ്റ് തോന്നില്ല. പുറത്തുള്ള കല്ലുമ്മക്കായ് പുറത്തൊന്നും പോയിട്ട് ഞാൻ കല്ലുമ്മക്കായ് അങ്ങനെ കഴിക്കലില്ല. ഒരിക്കലും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിങ്ങനെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേ കല്ലുമ്മക്കായ് ഉണ്ടാവുമോ എന്നറിയില്ല. പൈപ്പിൻ്റെ ഇങ്ങനെ എന്താ പറയുക ചോട്ടിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ശക്തിയിൽ വെള്ളം ഒഴിച്ചിട്ട് കഴുകുന്നുണ്ട്. അപ്പം നമുക്ക് നല്ലോണം ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞാൽ മനസ്സിന് പിടിച്ചിട്ട് കഴിക്കാമല്ലോ. അപ്പം അതിൻ്റെ ഉള്ളെല്ലാം നല്ലോണം ക്ലീൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം മാക്സിമം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള വെള്ളമെല്ലാം ഒന്ന് കളയണം കേട്ടോ. നല്ലോണം ഒന്ന് എന്താ പറയുക വെള്ളമെല്ലാം കളഞ്ഞ് ഫുള്ളവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ കഴുകിയതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. ഇതിൻ്റെ നല്ല സ്മെല്ലെല്ലാം ഉണ്ടാവും. അപ്പോൾ അപ്പം തന്നെ കച്ചറയെല്ലാം ഒന്ന് കളഞ്ഞ് കുറച്ച് ലെമണെല്ലാം തേച്ച് വാഷ് ബേസെല്ലാം ഒന്ന് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരി ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു ചെറിയ ഗ്രൈൻഡറിൽ ഒന്ന് മസാല പൊടിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു 5 ഏലക്കായ്, പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ട, കുറവുമല്ല എന്നാൽ കൂടുതലുമല്ല, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, ഫെന്നൽ സീഡ്. ഇതിൽ കൂടുതൽ വലിയ ജീരക ചേർക്കുന്നത്. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്, 1.5 ഫുള്ളായിട്ടില്ല. പിന്നെ ചെറിയ ജീരകം ഒരു 1/2 ടേബിൾ സ്പൂൺ, ക്യൂമിൻ സീഡ്,
ഇത് ആദ്യം ഒന്ന് നല്ലോണം പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ലോണം പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഒരു 2 കപ്പ് അരിൻ്റെ അളവാണ് കേട്ടോ പറയുന്നത്. 5 പച്ചമുളകും പിന്നെ ഒരു വലിയ ഉള്ളി, ഒരു ഉള്ളി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ, ചുവന്നുള്ളി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ ഒരു പിടി നിറയെ ചുവന്നുള്ളി ഇട്ട് കൊടുത്താലും മതി. ഇപ്പോൾ അതെൻ്റെ അടുത്ത് അതില്ലേന്, അതുകൊണ്ട് ഞാനൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്തിട്ട് ഇതിലിട്ടിട്ട് ഇതും നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. ഇതേപോലെ. എന്നിട്ട് ഈ അരച്ചത് ഫുള്ളായിട്ട് ഈ അരിയിലോട്ട് ഇട്ട് കൊടുക്കുക. ആ ഗ്രൈൻഡർ ഒന്ന് തുടച്ച് വടിച്ചിട്ട് ഇതിലേക്കിടുക. പിന്നെ ഇതിലേക്ക് ഞാനൊരു 3 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തേങ്ങ ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. ശരിക്കും നല്ലോണം തേങ്ങ വേണം, എന്നാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഈ നമ്മുടെ കല്ലുമ്മക്കായ് പൊരിച്ചതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റ് കിടക്കുന്നത് തന്നെ ഈ ഒരു മസാലയിലാണ്. ഒരു 3 കപ്പോളം തേങ്ങയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതുമെല്ലാം ഇട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇത് മിക്സിയിലേക്കിട്ട് പൾസിലിട്ടിട്ട് നമ്മളിങ്ങനെ ഓഫാക്കി ഓണാക്കി അങ്ങനെ കളിക്കൂലേ, അതേപോലെ അരക്കുന്നത്. പക്ഷേ ഇതിൽ ഞാൻ ഒട്ടും വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. നമ്മുടെ ആ ഉള്ളിൻ്റെയും അരി കഴുകിയിട്ട് ആ ലാസ്റ്റുള്ള ആ വെള്ളമെല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഞാൻ തീരെ വെള്ളം ചേർക്കുന്നില്ല. ഈ പറഞ്ഞ പോലെ പൾസിലിട്ടിട്ടൊന്ന് അരക്കുക. ഇനി നിങ്ങൾക്കിതിൽ വെള്ളം വേണോ, വെള്ളം ഇല്ലാണ്ട് അരയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആ അരിയിൽ നിന്ന് തന്നെ അടിയിലിങ്ങനെ വെള്ളം ഊറി വന്നിട്ടുണ്ടാവുമല്ലോ, അതന്നെ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാനിതാ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇത് നല്ലോണം സ്മൂത്തായിട്ടൊന്നും അരയണമെന്നില്ല. ഇത്തിരി ഒരു തരിതരിപ്പ് പോലെ ഉണ്ടാവും കുറച്ച്. അതേപോലെ നല്ല കട്ടിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ അരച്ചിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ എല്ലാം അരച്ചു കൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചൊന്ന് അമ്മീസ് അരിപ്പൊടി. ഞാൻ എപ്പോഴും അരിപ്പൊടി ചേർക്കുന്നത് അമ്മീസ് തന്നെ ആയിരിക്കും, വേറെ ഒരു അരിപ്പൊടി എനിക്ക് ശരിയാവില്ല. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു 3-3.5 ടേബിൾ സ്പൂൺ. നമ്മൾ ഇതേപോലെ കട്ടിയിൽ അരച്ച് കഴിഞ്ഞാൽ അരിപ്പൊടിയൊന്നും കുറച്ച് ഇടേണ്ട ആവശ്യമുള്ളൂ. അധികം പൊടിയായി കഴിഞ്ഞാൽ ആ ഒരു പൊടിൻ്റെ ടേസ്റ്റെല്ലാം ഇങ്ങനെ മുമ്പിട്ട് നിൽക്കുമല്ലോ. ഇതേപോലെ എന്തും അരി റൊട്ടിക്കും എന്തിനും ഞാൻ ഇതേപോലെ തന്നെ നല്ല കട്ടിയിൽ അരി അരച്ചതിന് ശേഷം കുറച്ചൊന്ന് പൊടി കൂട്ടാം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് അരിൻ്റെ ഒരിത് നോക്കിയിട്ട് പൊടി ഇട്ട് കൊടുക്കുക. നമുക്കിത് മനസ്സിലാവുമല്ലോ കുഴച്ച് വരുമ്പോൾ. അപ്പോൾ ഞാനൊരു 3.5 ടേബിൾ സ്പൂൺ അത്രേ ഇട്ടിട്ടുള്ളൂ. ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കുക. അപ്പോൾ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്തിരി ഒന്ന് കുറച്ചൊരു അധികം കട്ടിയില്ലാത്തൊരു കൺസിസ്റ്റൻസിന് ആയിക്കോട്ടെ. നല്ലോണം പൊടി കൂട്ടി അങ്ങ് ഇതാക്കണ്ട, കുറച്ചൊന്നൊരു ലൂസ് പോലെ ആയിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അടച്ചമ്പിൽ ഞാനൊരു വാഴയിലെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് മുമ്പ് വാങ്ങിയ ഇലൻ്റെ ഒരു ചെറിയ പീസ് ബാക്കി ഉണ്ടായിരുന്നു. ഇത്തിരി ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇലയെല്ലാം കണ്ടപ്പം പിന്നെ ഇലയിൽ തന്നെ ആക്കണം എന്നൊരു പൂതി. ഇനി ഇതിലേക്ക് നമ്മൾ അരി ഒന്ന് കല്ലുമ്മക്കായൻ്റെ ഉള്ളിൽ നിറച്ച് കൊടുക്കാം. ശരിക്കും ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പാർട്ടെന്ന് പറയുന്നത്. അരി നിറയ്ക്കുന്നതിലും ഒരു ഇതുണ്ട്. എല്ലാവരും ചോദിക്കും അരി നിറയ്ക്കുന്നില്ലെന്താ അങ്ങനെ അങ്ങ് നിറച്ചാൽ പോരെ. പക്ഷേ നിറയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങിക്കുന്ന കല്ലുമ്മക്കായ കാണുന്നില്ല, ഒരു ഇത്തിരി തടി പോലെയും ഒരു കുത്തി നിറച്ച പോലെ ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും പാടില്ല. ഇത് നല്ലോണം എപ്പോഴും ഇങ്ങനെ നിറച്ച് ഭയങ്കര എക്സ്പേർട്ടായ ആൾക്കാർക്കെല്ലാം ഭയങ്കര ഈസി ആയിരിക്കും, പെട്ടെന്ന് നിറച്ചെടുക്കും. ഞാനിത് നല്ല സമയമെടുത്തിട്ടുണ്ടായിന്. ഏറ്റവും കൂടുതൽ സമയമെടുത്ത് ചെയ്തത് ഞാൻ ഈ അരി നിറയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് ആദ്യം നിറച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്തെ സൈഡ് കുറച്ച് തടിയായിരിക്കും, അപ്പുറം കുറച്ച് കൂടിയ പോലെ ഉണ്ടാവും, കുത്തി നിറച്ച പോലെ തോന്നും. അപ്പോൾ ഞാൻ വീണ്ടും അതിനെ എങ്ങനെയല്ലോ ഒന്ന് ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കും കുറേ നിറച്ച് വരുമ്പം ശരിയാവുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിറയ്ക്കുന്നതിലും അതിൻ്റെ ഒരു ഇത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് നിറച്ചിട്ടുണ്ട്. ഇനി അടുത്തതും ഇതേപോലെ ഒന്ന് നിറയ്ക്കാം. അപ്പോൾ കുറച്ചൊന്ന് അധികം തുറക്കണോ വേണ്ടയോ എന്നുള്ളൊരിതേ. അപ്പം എങ്ങനെയല്ലോ മാക്സിമം ഞാൻ നന്നായിട്ട് നിറച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്.
സംഭവം എങ്ങനെ ആയാലും അവസാനമെല്ലാം പൊരിച്ച് തിന്നുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ, പറയാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പം ഞാനിത് സമയം എടുത്ത് ഇങ്ങനെ നിറയ്ക്കുന്ന രണ്ടാമത്തെ അങ്ങനെ ഇതാ നിറച്ചിട്ടുണ്ട്. ഇനി ബാക്കി ഉള്ളത് ഇതേപോലെ നിറച്ചിട്ട് വരാം. അപ്പോൾ ഇതാ കുറച്ച് ഇവിടെ നിറച്ചിട്ടുണ്ട്. ആദ്യം നമുക്കിതൊന്ന് അടച്ചമ്പിലോട്ട് മാറ്റാം. അപ്പോൾ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഒരുമിച്ചിട്ട് ഒന്നും ഇടണ്ട, ഇതിൽ കൊള്ളുന്നത് മാത്രം വെക്കാം. ഇതിനി ഒരു 10-15 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം, ഒന്ന് കുക്കാവുന്നവരെ. അപ്പോൾ ഇതാ കുറച്ചൊന്ന് കഴിഞ്ഞ് എല്ലാം തുറന്ന് നോക്കുമ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്നൊരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കുമ്പോൾ മനസ്സിലാവുമല്ലോ. ഇനി ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്തതും കൂടി ഇതേപോലെ ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാൻ ബാക്കിയുള്ളതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ തോടിൽ നിന്ന് ഇതൊന്ന് അടർത്തി മാറ്റിയെടുക്കണം. അപ്പോൾ ഇത് അടർത്തി മാറ്റുമ്പോൾ അതിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ അതുകൂടി എന്താ പറയുക അടന്ന് പോകാണ്ടിരിക്കാൻ നോക്കുക. അതിങ്ങനെ ഓരോന്നായിട്ട് ഇതാ എല്ലാം ഞാൻ അടർത്തി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് എന്താ പറയുക ഒന്ന് മസാലയിൽ പൊതിഞ്ഞ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇനി ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പണി എന്ന് പറയുന്നത്. അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് മുളക് പൊടി, അപ്പം നിങ്ങൾ എത്ര കല്ലുമ്മക്കായ ഉണ്ടോ എങ്ങനെ നോക്കിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഒരു 4-5 ടേബിൾ സ്പൂൺ ഇത് കാശ്മീരി ചില്ലി കേട്ടോ, അതും പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പില ഇത്തിരി ചെറുനാരങ്ങ നീരും എല്ലാം പിഴിഞ്ഞ് നല്ലോണം ഒരു എന്താ പറയുക ഒരു പേസ്റ്റ് പോലെ ആക്കുക. പേസ്റ്റല്ല കുറച്ചൊന്ന് ലൂസായിട്ട്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കല്ലുമ്മക്കായെല്ലാം ഇട്ടിട്ട് ആദ്യം ഒന്ന് കുറച്ചായിട്ട് ഇട്ടിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പിന്നെ എല്ലാം കൂടി ഒരുമിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കുക. എന്നിട്ടിത് ഒരു 10-15 മിനിറ്റെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മസാലയാണ് ആ ഒരു പൊരിച്ചതിൻ്റെ ഒരു ടേസ്റ്റ് കിടക്കുന്നത്. അധികം ബലം കൊടുക്കാണ്ട് എല്ലാം ഒന്ന് മിക്സാക്കുക. ഇത് കല്ലുമ്മക്കായ ഒന്ന് പൊടിഞ്ഞു പോകാണ്ട്. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഒരു ബൗളിൽ ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പെല്ലാം ഉണ്ടോ എന്നെല്ലാം നോക്കാം. എന്നിട്ട് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ചൂടോടെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഓയിലൊന്ന് ചൂടാകുന്ന സമയം ഇത് കുറേ ഓയിലൊന്ന് പൊരിക്കാണ്ട് കുറച്ച് ഓയിൽ പൊരിച്ചിട്ടെടുക്കുക. ഇത് ശരിക്കും നമ്മൾ A to Z നമ്മൾ സാധാരണ എല്ലാം ലാസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാൻ മാത്രമല്ല കിട്ടുന്നത്. ആദ്യം മുതലേ നമ്മളെല്ലാം ഇതിൻ്റെ പണിയും ചെയ്തിട്ട് ആ ഒരു റിസൾട്ട് അടിപൊളിയായിട്ട് വരുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ശരിക്കും ഇത് ഭയങ്കര ടേസ്റ്റായിരുന്നു. നാട്ടിലെ ആ ഒരു കല്ലുമ്മക്കായെല്ലാം കഴിക്കുന്ന പോലെ തന്നെ ഉണ്ടായിന്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കിടക്കുന്നതെല്ലാം ആ ഒരു അരിൻ്റെ ഒരു ടേസ്റ്റും പിന്നെ അവസാനം നമ്മൾ ആ മുളകിൻ്റെയും ആ ഒരു മാരിനേഷൻ ഉണ്ടല്ലോ അതിൻ്റെ എല്ലാം ഒരു ടേസ്റ്റിലാണ് ഈ കല്ലുമ്മക്കായ പൊരിച്ചതിൻ്റെ ഇത് കിടക്കുന്നത്.
ഞാനിത് പൊരിച്ചിട്ട് ആ ഒരു ദിവസം സ്റ്റോറിയിലിട്ട സമയത്ത് കുറേ പേര് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ച് ഇതിൻ്റെ ഇറച്ചി കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ പലരും ചോദിച്ച് ഇതാദ്യം തന്നെ ഇറച്ചി മാത്രം പെറുക്കി തിന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ടതിന്. അപ്പോൾ സത്യം എന്താണെന്ന് വെച്ചാൽ ഞാനിത് പൊരിക്കുന്ന സമയം കുറച്ച് എന്താ പറയുക ഒരു കല്ലുമ്മക്കായൻ്റെ ഇറച്ചിയെല്ലാം ഒന്ന് അടന്നു പോയിട്ടുണ്ടായിന്. അപ്പോൾ ഞാനത് അത്യാവശ്യം ആ ഒരു സമയത്ത് ഒരു 4-5 മാത്രം പൊരിച്ചത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാം, പിന്നെ ബാക്കി ചൂടോടെ ഹസ് വന്നിട്ട് പൊരിക്കാമെന്നാണ് വിചാരിച്ചിട്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റോറി ഇട്ടതേനു. അപ്പോൾ ഇതിൻ്റെ ഇറച്ചിയെല്ലാം എവിടെയും ചോദിച്ച്. പിന്നെ ഒരു കാര്യം, ഇതിൻ്റെ ഇറച്ചി ഞാൻ കഴിക്കില്ല. അപ്പോൾ കഴിക്കുന്ന സമയത്ത് എന്തായാലും ഞാനത് മാറ്റി വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രൈ ആക്കുമ്പോൾ അടന്നു പോയത് പിന്നെ പൊരിക്കാൻ നിന്നിട്ടില്ല. എനിക്ക് വേണ്ടതുകൊണ്ട് ഞാനത് ഇറച്ചിയില്ലാണ്ട് പൊരിച്ചെടുത്തതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും സംഭവം നല്ല അടിപൊളിയായിരുന്നു. എന്താ പറയുക, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും കല്ലുമ്മക്കായ വാങ്ങിയിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യം ഒരു പണിയായിട്ട് തോന്നുമെങ്കിലും ഭയങ്കര ഈസിയാണ്. നമുക്കിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ച് പണി പോലെ തോന്നും. എൻ്റെ ഫ്രണ്ട്സെല്ലാം കണ്ടപ്പം പറഞ്ഞു നമുക്കിത് ഭയങ്കര ഈസിയാണ്, എന്നും ഇത് ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.